ചേട്ടാ, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഭർത്താവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതാണ്ട് ഈ കൊലപാതകം നടന്ന് 12 മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് ആ 2 കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ആയിരിക്കുന്നത്. അതും മൂത്ത കുഞ്ഞിനാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മരണപ്പെട്ട വൈഷ്ണയുടെയും ബൈജുവിൻ്റെയും മക്കൾ. അപ്പോൾ അതിൽ മൂത്ത കുട്ടിക്ക് 9 വയസ്സുണ്ട്, ഇളയ കുട്ടിക്ക് 5 വയസ്സുമുണ്ട്. ഇളയ കുട്ടിക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റി, ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലെ അവിടെ ഒരു അക്രമം നടന്നു എന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലായി. അതായത് ഞായറാഴ്ച രാത്രിയിൽ അവിടെ ഒരു അക്രമം നടന്നിട്ടുണ്ട് സ്വന്തം വീട്ടിൽ. അതായത് കലഞ്ഞൂര് പടയണിപ്പാറ, അവിടെയാണ് ഇവരുടെ വീട്. പടയണിപ്പാറ ക്ഷേത്രത്തിന് അരികിലാണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ അവിടെ ഒരു മൺകട്ട വെട്ടിയ വീടാണിത്. അപ്പോൾ ആ വീട്ടിനുള്ളിൽ ഇവർ കിടന്നുറങ്ങി. ഈ കുട്ടികൾ നേരത്തെ തന്നെ കിടന്നുറങ്ങിയായിരുന്നു. 9:30 കൂടി കുട്ടികൾ 2 കിടന്നുറങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ബൈജുവും വന്ന് കിടന്നു ഉറങ്ങിയായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അന്ന് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത് ആ പടയണിപ്പാറ ക്ഷേത്രത്തിന് സമീപത്ത് മരം വെട്ടുന്നതായിരുന്നു അവരുടെ അന്നത്തെ ജോലി. ഞായറാഴ്ച പോലും ഈ ബൈജു ജോലിക്ക് പോകുന്നത് ഈ വീട്, അതായത് ഈ മൺകട്ട കെട്ടിയ വീടിന് പകരം അടച്ചുറപ്പുള്ള ഒരു നല്ല വീട് ഇവർ പണിയുന്നുണ്ട്. അതായത് 85% അത് പൂർണ്ണമായിരിക്കുകയാണ് ആ വീട്. ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ വീടിൻ്റെ നേരെ താഴെയാണ് ആ കെട്ടിടം ഉള്ളത്. അപ്പോൾ ആ കെട്ടിടത്തിൽ ഒരു 10-15% പണിയുടെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ വയറിങ്, പ്ലംബിങ്, ടൈലിൻ്റെ പണിയെല്ലാം ഈ ബൈജു ഒറ്റയ്ക്കാണ് ചെയ്തത്. ബൈജുവിനെ സഹായിക്കാൻ ആകപ്പാടെ അവിടെ ഉണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ട വിഷ്ണു മാത്രമാണ്. ഈ പണിക്കൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു കയ്യാളായിട്ടൊക്കെ കൂടെ നിന്നത്. ഞായറാഴ്ചകളിൽ ഇവർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി 2 പേരുടെ കൂടുമായിരുന്നു. അങ്ങനെയാണ് ഈ പണികളൊക്കെ പൂർത്തിയാക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ബാക്കി ഇത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഈ ഞായറാഴ്ചകളിലും ജോലിക്ക് പോയത്. അപ്പോൾ ജോലിക്ക് പോയപ്പോൾ ബൈജു വിഷ്ണുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇവർ ഇരുവരും ഒരുമിച്ചാണ് ജോലിക്ക് പോയത്. നേരത്തെ തന്നെ ഈ ബൈജുവിന് വിഷ്ണുവിനെ സംശയമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. വൈഷ്ണയുമായിട്ട് ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ, രഹസ്യബന്ധമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ചോദിച്ചൊരു തവണ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രശ്നങ്ങൾ, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരികയും ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ വൈഷ്ണവ് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് ഓടിപ്പോയത്. അന്ന് ആദ്യം ഇയാൾക്ക് ഇത് പിടികിട്ടിയില്ല. അന്ന് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പോയി എന്നുള്ളൊരു ധാരണയാണ് ബൈജുവിനുണ്ടായിരുന്നത്. അന്ന് ഈ വിഷ്ണു തന്നെ ഇടപെട്ടാണ് ഈ കോംപ്രമൈസ് ഉണ്ടാക്കി കൊടുത്തത്. ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് തിരിച്ച് ബൈജുവിനൊപ്പം പറഞ്ഞു വിട്ടത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ബൈജുവിന് ചില സംശയങ്ങൾ പലപ്പോഴായിട്ടുണ്ടാവുകയും അതിനെ തുടർന്ന് ഈ വൈഷ്ണവ് പിണങ്ങി വീട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ ഇതുപോലെ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് കിടന്ന് മക്കൾക്കൊപ്പം കിടന്ന് ഉറങ്ങിയതാണ് ഇയാൾ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഇയാൾ ഈ ഉറക്കത്തിനിടയിൽ ഇദ്ദേഹം ഉണർന്നപ്പോഴാണ് പരിചയമില്ലാത്തൊരു ഫോൺ വൈഷ്ണവയുടെ കയ്യിൽ ഇരിക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹം ഇത് തട്ടിപ്പറിച്ചു. ഈ ഫോൺ പോലീസിന് അയാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. വൈഷ്ണവയുടെ കയ്യിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഫോൺ തട്ടിപ്പറിച്ചു. തട്ടിപ്പറിച്ച് ഇയാൾ കൈക്കലാക്കി. അപ്പോൾ ഇതിൻ്റെ ലോക്ക് അഴിച്ച് ഇട്ടിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപിച്ച് ബോധമില്ലാതെ ഉറങ്ങുകയാണ് എന്നാണ് അവർ കരുതിയിരുന്നത് എന്ന് ഇയാൾ പറയുന്നുണ്ട്. നമ്മളിത് കണ്ടിട്ടില്ല, നമ്മളിത് കാണുകയോ ഒന്നും ചെയ്യാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ ഒരുമിച്ചിരുന്നാണ് മദ്യപിച്ചത്. ഈ മദ്യപിക്കുന്ന സമയത്തും വിഷ്ണു ഒപ്പം ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ബൈജു വീട്ടിലേക്കും വിഷ്ണുവിൻ്റെ വീട്ടിലേക്കും ഒക്കെ പോയത്. വിഷ്ണു മദ്യപിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. വിഷ്ണുവിൻ്റെ ബ്ലഡ് സാമ്പിളൊക്കെ എടുത്ത് അതിൻ്റെ പരിശോധന വന്നു കഴിഞ്ഞാൽ അറിയുകയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം മദ്യപിച്ചു എന്ന് ഇന്നലെ മെഡിക്കൽ എടുത്തപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. വിഷ്ണുവിൻ്റെ വാടക വീടാണ്. വിഷ്ണുവിൻ്റേത് വാടക വീടുമാണ്. വാടക വീട് എടുത്തു കൊടുത്തത് ഈ ബൈജു ആണ്. അപ്പോൾ ഇയാൾക്ക് വിഷ്ണുവിന് കുറിഞ്ഞിയിലൊരു വീടുണ്ട്. ആ വീട് പൊളിച്ചു പണിയുകയാണ്. ഇപ്പോൾ പൊളിച്ച് പുതിയ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കൂട്ടുകാരും ഒരുപോലെ തന്നെ പുതിയ വീടുകൾ വെക്കുകയാണ്. പരസ്പരം ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതും ഒക്കെ ഇവർ ഒരുമിച്ചായിരുന്നു. ഈ വീട്ടു സാമഗ്രികളൊക്കെ മേടിക്കുന്നതിനും ഒക്കെയുള്ള എസ്റ്റിമേറ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു. ഇവർ മൊത്തത്തിൽ നല്ല അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത ചങ്ങാതിമാരാണ് 2 പേരും. അപ്പോൾ ഈ ഉറക്കത്തിൽ ഈ മദ്യപാനികളെ, ഇപ്പോൾ ചില മദ്യപാനികളെ ആളുകൾ തെറ്റിദ്ധരിക്കുക, ഇയാൾ ഒരിക്കലും ഉണരില്ല, ഇനിയിപ്പോൾ രാവിലെ ഇയാൾ അബോധാവസ്ഥയിലാണെന്ന് പറയും. പക്ഷേ മദ്യപാനികൾ നമ്മൾ പറയുന്ന പോലെയല്ല, ഇവർ ഉണരും. ചിലരൊക്കെ പെട്ടെന്ന് ഇടയ്ക്ക് ഞെട്ടി ഉണർന്ന് കളയും. ആ സമയത്ത് അവർക്ക് നല്ല ബോധവുമായിരിക്കും. ഇവർക്ക് നോർമലായിരിക്കും. ഇവർ മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മദ്യം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവും. ആ സമയത്ത് പെട്ടെന്ന് വന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുകയും
പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തി, തലച്ചോറ് അതിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടുകയും ചെയ്യും. അധിക നേരം ഇതിനെ ഈ പറയുന്ന പോലെ പിടിച്ചു നിർത്താൻ ഈ ചില മദ്യത്തെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇയാൾ പൂർണ്ണമായും മദ്യപിച്ച് അബോധാവസ്ഥയിലാണ് എന്ന് ഈ സ്ത്രീ തെറ്റിദ്ധരിച്ചു എന്നാണ് ഈ ബൈജു പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ, നമ്മളിത് കണ്ടിട്ട് ഉള്ള സംഭവമല്ല, പോലീസിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രകാരം ഈ പെട്ടെന്ന് ഉണർന്നപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് ഫോണിൽ. ആ ഫോൺ പിന്നെ ഇയാൾ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് തട്ടിപ്പറിച്ചപ്പോൾ ഇതിലൊരു ചുംബനത്തിൻ്റെ ഇമോജിയാണ് ഏറ്റവും അവസാനം അതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഫോൺ പോലീസിൻ്റെ കയ്യിലുണ്ട്. ആ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചത് ബൈജു ആണ്. ബൈജു കുളിച്ചൊരുങ്ങി പോലീസിന് കീഴടങ്ങുമ്പോൾ ഈ ഫോണും കൊണ്ടാണ് ചെന്നത്. ഈ ഫോണും വൈഷ്ണയുടെ രണ്ടാമത്തെ ഫോണും പിന്നെ ഈ ഇതും കൊണ്ട് ഈ ബൈജുവിൻ്റെ ഫോൺ ഇതെല്ലാം കൊണ്ട് ഈ പോലീസിന് സമർപ്പിച്ചു. പോലീസിൻ്റെ മുമ്പാകെ കൊടുത്തു ഇത് മുഴുവൻ. അപ്പോൾ ഈ സാധനത്തിനകത്ത് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന, പോലീസ് പറഞ്ഞ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പിന്നെ വൈഷ്ണവ് അങ്ങോട്ടൊരു ചുംബനത്തിൻ്റെ ഒരു ഇമോജി അയക്കുകയും വിഷ്ണു തിരിച്ചത് അയക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ഇയാൾ വൈഷ്ണയെ ആക്രമിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റ് ഇവർ തമ്മിൽ പിന്നെ തർക്കമായി. ഇയാൾക്ക് മുമ്പുണ്ടായിരുന്ന സംശയങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു. അതെ അതെ, അയാൾ ഇത് മുഴുവൻ ഇരുന്ന് വായിച്ചു. അപ്പോൾ ഇത് ഈ യുവതി തട്ടിപ്പറിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ ഈ യുവതിയെ ഇയാൾ ചവിട്ടി തറയിലിട്ട ശേഷം അവിടെ ഇരുന്ന് ഇത് വായിച്ച ശേഷം ഇയാൾ അടുക്കളയിലേക്ക് പോയി ഈ കത്താളെടുത്തപ്പോഴാണ് ഈ യുവതി ഇറങ്ങി ഓടിയത്. കതവ് തുറന്ന് ഇറങ്ങി ഓടിയത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് കുട്ടികൾ ഞെട്ടി ഉണർന്നപ്പോൾ ഈ യുവതി ഈ താഴേക്ക് ഇവരുടെ റോഡിലേക്ക് ഇറങ്ങാനെന്ന് വെച്ചാൽ ഒരു കുത്തനെ ഒരു ഇറക്കമാണ്. ആ സൈഡിൽ കൂടെ ഇറങ്ങി ഓടണം. ആ സൈഡിൽ കൂടെ ഇറങ്ങി ഓടി ഇവർ ഈ റോഡിൽ കൂടെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടി. വിഷ്ണുവിൻ്റെ വീട്ടിൽ ചെന്ന് കതക് തട്ടിയപ്പോഴാണ് വിഷ്ണു വന്ന് കതക് തുറക്കാൻ എത്തുന്നതിന് മുമ്പേ വീണ് കഴിഞ്ഞു ഈ വൈഷ്ണയ്ക്ക്. ഈ അമ്മയും ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ. സതി എന്നാണ് അവരുടെ അമ്മയുടെ പേര്. അപ്പോൾ അമ്മ നിൽക്കവേ തന്നെയാണ് അമ്മയും വിഷ്ണുവും കൂടെ വന്നെയാണ് കതക് തുറന്നത്. പിന്നാലെ വിഷ്ണുവിനെ വലിച്ചിട്ട് വെട്ടി. അപ്പോൾ ഈ അമ്മ തടയാൻ ശ്രമിച്ചപ്പോൾ മാറി നിന്നില്ലെങ്കിൽ തള്ളെ അടുത്ത വെട്ട് നിങ്ങൾക്കാന്ന് പറഞ്ഞു എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ മൊഴി അതാണ്. അപ്പോൾ അവരതിനകത്ത് ദൃക്സാക്ഷിയുള്ള കേസുമാണ്, ശിക്ഷ കിട്ടും. അപ്പോൾ അവിടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി, അതായത് അവർ ജനിച്ച കാലം മുതൽ ആ മൺകട്ട കെട്ടിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിലെ ചോർന്നൊലിക്കുന്ന അവസ്ഥ ഇപ്പോൾ അവിടെ പോയവർ പലരും നമ്മളോട് അത് പല റിപ്പോർട്ടേഴ്സും സംസാരിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അതിനകത്തൊരു വലിയ ദുഃഖം തോന്നുന്നുണ്ട്. അതായത് അവിടെ ഈ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെക്കാൾ കൂടുതൽ മഴ പെയ്യുമ്പോൾ വെള്ളം പിടിച്ചു വെക്കാനുള്ള പാത്രങ്ങളാണ് ആ വീട്ടിൽ, ചോരുന്ന പിടിച്ചു വെക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളാണ് ആ വീട്ടിൽ കൂടുതലും ഉള്ളത്. ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് തന്നെ, ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എഴുതാൻ പോലും ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പരിമിതി അവിടെ ഉണ്ട്. അപ്പോൾ ആ പരിമിതിയിൽ നിന്നൊക്കെ പുറത്തൊരു നല്ലൊരു വീട് താഴെ തൊട്ട് ആ വീട് ദൃശ്യം കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു വീടാണ് വെച്ചിരിക്കുന്നത്, മനോഹരമായിട്ടുള്ളൊരു വീട് അവിടെ താഴെ. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാണ്. അതെ, 20 പടിവാതിലാണ്. അതിൻ്റെ പടിവാതിൽ അടുത്ത മാസം, അതായത് അടുത്ത മാസം ഇതിൻ്റെ പാലുകാച്ച് ഗൃഹപ്രവേശനം നടത്താൻ ഇരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും തുടർന്ന് ഈ കൊലപാതകം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാനിത് പറഞ്ഞപ്പോൾ പലരും ഇന്നലെ എന്നെ വിളിച്ചിട്ട് അത് ബൈജു ചെയ്തത് വളരെ വലിയ ശരിയാണ്, പിന്നെ എന്താ അങ്ങനെ ഒരാളാണെങ്കിൽ അങ്ങനെ കമന്റ് ബോക്സിൽ നിറയെ ബൈജുവിനെ അനുകൂലിച്ചുകൊണ്ട് നാട്ടുകാരും അത് പറയുന്നുണ്ട്. കാരണം അവർക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല, ആർക്കും എന്തും പറയാം, ആർക്കും എന്തും ആർക്കും ആരെ വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്കാണ് നഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ. അതൊരു റിയാലിറ്റി അല്ല, അവരൊരു യാഥാർത്ഥ്യമാണ്. രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായി കഴിയുകയാണ്. അടുത്ത മാസം ആ നല്ല വീട്ടിലേക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ ഇതിൻ്റെ അമ്മ, അതായത് ബൈജുവിൻ്റെ അമ്മ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും ആ വീട്ടിലേക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് മാറുമെന്ന് ഈ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബൈജുവിനോടും അമ്മയോടുമൊക്കെ, അതായത് ബൈജുവിൻ്റെ അമ്മയോടും ബൈജുവിനോടും അതുങ്ങളുടെ അമ്മയായിട്ടുള്ള വൈഷ്ണയോടും ഈ വീട്ടിലേക്ക് നമ്മൾ എന്ന് മാറുമെന്നുള്ള ചോദ്യമാണ് ഈ കുഞ്ഞുങ്ങൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സ്വപ്നമായിട്ടാണ് കുഞ്ഞുങ്ങൾ കൊണ്ടു നടക്കുന്നത്. ആ സ്വപ്നമാണ് അവിടെ ഇടിഞ്ഞു വീണത്. സ്വപ്നം ഇടിഞ്ഞു വീണു എന്നതിനേക്കാൾ അവർ അനാഥമായി പോയി. അച്ഛൻ ജയിലിലേക്കും അമ്മ മരണപ്പെടുകയും ചെയ്തു. അത് ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പം നിങ്ങൾ ഈ കേൾക്കുന്നവർക്ക് പുറത്തിരുന്നിട്ട് എന്തും പറയാം, കൊല്ലണം, വെട്ടണം, കത്തിക്കണം, മണ്ണെണ്ണ ഒഴിക്കണം, ആസിഡ് ഒഴിക്കണം, കുഴിച്ചിടണം, അതൊക്കെ ഉപ്പിട്ട് വെക്കണം എന്നൊക്കെ ഉള്ള പല ചിന്തകളും, കോലുകൊണ്ടെന്നൊക്കെ എല്ലാം പറയും, ഇതെല്ലാം പറയും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടേ പറ്റൂ. രണ്ട് ഇരകൾ ഒന്നും അറിയാത്ത പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് അവരെക്കുറിച്ചാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ആ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ അമ്മയ്ക്കുമുണ്ട്, അച്ഛനുമുണ്ട്. അല്ലെങ്കിൽ അതുങ്ങളെയൊന്നും ജനിപ്പിക്കരുത്. ഇങ്ങനെ അനാഥമാക്കി കളയാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നിങ്ങൾ ദയവായിട്ട് ജന്മം കൊടുക്കരുത് അവർക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനെ ഏറ്റെടുക്കണം. ആരെങ്കിലും ഒരാൾ അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ
ആ ഏറ്റെടുത്തയാൾ അത് നന്നായി നിർവഹിക്കട്ടെ, ആ കർമ്മം നിർവഹിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടാത്തൊരു ബന്ധമായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചു പോകാൻ സാധിക്കുന്നില്ലായിരിക്കാം. ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും പല കാരണങ്ങൾ കൊണ്ട്, അതിന് അവിഹിതമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും നേരിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംസാരത്തിൽ, ഒരു ചെറിയ കാര്യത്തിൽ, എന്തിനൊരു ചായ ഇടുന്നതിൽ പോലും തർക്കമുള്ള കുടുംബങ്ങളുണ്ട് ഈ നാട്ടിൽ. ഒരു ചായ ഇട്ട് കഴിഞ്ഞാൽ ആ ചായയുടെ പേരിൽ പോലും പരസ്പരം വഴക്കടിക്കുന്ന ഭർത്താവും ഭാര്യയുമുള്ള കുടുംബങ്ങൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും പിരിയുന്നത് തന്നെയാണ് നല്ലത്. രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് രണ്ട് ദിശയിലേക്ക് നോക്കുന്നവർ പിരിയുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് പറയാനുള്ളത്. അല്ലാതെ അത് പിന്നെ അതിനകത്ത് സ്നേഹവും ഈ പറയുന്ന പോലെ താലിച്ചരടും അതുപോലെ ബന്ധങ്ങളുടെ ഈ കെട്ടും എല്ലാം കൂടെ കെട്ടിപ്പൊടഞ്ഞ് ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളാക്കി അത് കണ്ട് അനുഭവിക്കുന്നേറെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ പറയും ചേട്ടൻ എത്ര പെട്ടെന്നാണ് ഒരു വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞതാണ് അതായത് അരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബത്തിൽ വളരുന്ന കുഞ്ഞ് അതിൻ്റെ മനസ്സ് ഭയങ്കര ഇതായിരിക്കും, ഇളകി മറിഞ്ഞൊരു മനസ്സായിരിക്കും. സമാധാനമില്ലാത്ത ഒന്നുകിൽ ആ കുഞ്ഞ് എന്തെങ്കിലും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ ലൈഫിൽ ഇത് മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനൽ കമ്പി, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും എളുപ്പം തിരഞ്ഞെടുക്കുന്നത് ജനൽ കമ്പിയോ അല്ലെങ്കിൽ ബാത്റൂം ആയിരിക്കും. കാര്യം അവർക്ക് ഈ പെട്ടെന്ന് എത്തുന്നത് ഇതാണ്, ജനൽ കമ്പിയാണ് അവർക്ക് എത്തുന്നത്. ജനൽ കമ്പിയിൽ കയറിയിട്ട് ഈ ടോപ്പിൽ കയറി അതിൻ്റെ കമ്പിയിൽ ലോക്ക് ചെയ്തിട്ട് ചാടിക്കളയും, മരണം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ ഇവരൊരു ക്രൈം സീനിലേക്ക് പോക്കളയും, കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ. അതായത് തനിക്ക് കിട്ടാത്തത് തൻ്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് കിട്ടുന്നു എന്നൊരു ചിന്ത, തനിക്ക് കിട്ടാത്തത് തൻ്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടിയോട് വല്ലാത്തൊരു പകയുണ്ടാവും. ആ കുട്ടിയോടുള്ള പക പിന്നീട് ആ ക്ലാസ് മുറി മൊത്തം വ്യാപിക്കും, പിന്നെ ആ സ്കൂൾ മൊത്തം വ്യാപിക്കും, അത് പിന്നെ പുറത്തേക്ക് വരും. ചുരുക്കത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു കുറ്റകൃത്യ വാസനയുള്ളൊരു കുട്ടിയായിട്ട് ഇത് മാറും. അത് നമ്മൾ ഉദ്ദേശിച്ചത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥമാകാൻ പാടില്ല. പേരന്റിങ് അതിൽ നിർണായകമാണ്, ഭാവിയിൽ നിർണായകമാണ്. ഇത്തരത്തിലുള്ള പേരന്റിങ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ വളരുന്ന സാഹചര്യം അനുസരിച്ചാണ് അവൻ പിന്നെ പുറത്ത് ഇടപെടുന്നത്. ചിലപ്പോൾ ഒരു ക്രിമിനൽ വാസന ഒരു കുട്ടിയുടെ മനസ്സിൽ ജനിക്കുമ്പോഴേ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ, അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം അവൻ്റെ ജനറ്റിക്കലി ഉള്ള അവൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന വന്യത, ആ വന്യതയുടെ സാധനത്തെ ഡിലീറ്റ് ആക്കി കളയുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഡിലീറ്റ് ആക്കി കളയുക എന്നുള്ളത് ഈ പറയുന്ന പേരന്റിങ്ങിലൂടെ നമുക്ക് ഒരു കുടുംബത്തിലെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം ഒരാളെ മാറ്റിയെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അത് ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അവരെ കൊണ്ടത് ആ രീതിയിലാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തള്ളിയിട്ടിട്ട് നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് കൈയടിക്കുന്ന ആ ബൈജു ആണ് ആൺകുട്ടി, ബൈജു എന്നൊക്കെ പറഞ്ഞ് ആൺകുട്ടിയോ എന്താൺകുട്ടി, അതല്ല ചെയ്യേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ, വൈഷ്ണവാണെങ്കിലും ബൈജു ആണെങ്കിലും ചെയ്യേണ്ടത് ഉത്തരവാദിത്തപൂർണ്ണമായി. ഇപ്പോൾ വൈഷ്ണവ് അങ്ങനെ ഒരു താല്പര്യം വൈഷ്ണയ്ക്ക് ഉണ്ടെങ്കിൽ വൈഷ്ണവ് വിഷ്ണുവിൻ്റെ കൂടെ പോകാൻ തയ്യാറാവണം, എന്നിട്ട് ഡിവോഴ്സ് കൊടുക്കണം. രണ്ടുപേർക്കും താല്പര്യമില്ല എന്നാൽ പിന്നെ പോകണം, അതേ ഉള്ളൂ. ബൈജുവിനെ വേണ്ടെങ്കിൽ വേണ്ട, പോയേക്കണം. എന്തിനാണ് കിടന്ന് ഒരാളുടെ ജീവിതത്തിൽ കിടന്ന് അലങ്കോലം ഉണ്ടാക്കുന്നത്? അയാൾക്ക് സമാധാനമായുള്ളൊരു ജീവിതം. ഇപ്പോൾ വൈഷ്ണയ്ക്ക് കുട്ടികളെ വേണ്ടെങ്കിൽ കുട്ടികളെ വേണ്ടെന്ന് വെച്ച് വിട്ടിട്ട് വൈഷ്ണവ് പൊക്കോണം, പോകാമല്ലോ. അതിനുള്ള അവസരം ബൈജു കൊടുക്കുകയും വേണം, കൊണ്ടുപോയി വിട്ടേക്കണം, പൊക്കോ, അവരുടെ കൂടെ പൊക്കോളെ പറയണം. കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. തിരിച്ച് ബൈജുവിന് വൈഷ്ണവ് വേണ്ടെങ്കിലും മാന്യമായിട്ട് സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ ബന്ധം വേർപെടുത്തി പോകണം. അല്ലാതെ ഒരു യുദ്ധഭൂമി പോലെ ആകാൻ പാടില്ല ഒരു വീട്. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു കുരുക്ഷേത്ര ഭൂമി പോലെ, അത് പരസ്പരം അറിയാവുന്ന ബന്ധുക്കളായി, ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് ബന്ധുക്കളെ പോലെ തന്നെയാണല്ലോ, ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെയാണ് ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യാനുള്ളൊരു സ്ഥലമല്ല ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും രണ്ട് കുഞ്ഞുങ്ങൾ ഇന്നലെ 12 മണിക്കൂറോളം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അമ്മയുടെ വീട്ടിൽ കഴിയുന്ന ഈ കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ആ വീട്ടിൽ പുതിയ ആളുകൾ, ആ സ്ഥിരമായി വരാത്ത പലരും ആ വീട്ടിലേക്ക് എന്താ പറയുക സന്ദർശകരെ പോലെ കയറി വരുന്നതും കണ്ട് അന്താളിച്ച് ഈ കുഞ്ഞുങ്ങൾ അവിടെ വീട്ടിൽ ഇന്നലെ 12 മണിക്കൂറോളം ഇരുന്നു. ആരോട് ചോദിച്ചിട്ടും ആ കുഞ്ഞുങ്ങൾക്കൊരു ഉത്തരവില്ല. എല്ലാവരും പറയുന്നത് അമ്മ ഹോസ്പിറ്റലിലുണ്ട്, വരും. അപ്പോൾ ഈ മൂത്ത കുഞ്ഞ് പലവട്ടം ആവശ്യപ്പെട്ടത്ര എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണമെന്ന്. ഇളയ കുഞ്ഞിനെ ഈ ആശുപത്രിയിൽ അതിനെക്കുറിച്ച് പോകണമെന്നോ അതിനെക്കുറിച്ച് ധാരണയുമില്ല. ചെറിയ കുഞ്ഞാണത്, ആൺകുട്ടി. അവനപ്പോഴും ആയി പറയുന്ന പോലെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതിരിക്കും. പക്ഷേ മൂത്ത കുഞ്ഞിന് എന്തൊക്കെയോ ഹിന്റ് കിട്ടി ഇതിനെക്കുറിച്ച്. അമ്മയ്ക്ക് എന്തോ അപകടം, കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം വൈഷ്ണവ് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ വൈഷ്ണവ് എന്ന് പറയുന്ന ആ കുട്ടികളുടെ അമ്മയാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാവ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിതാവിനെ പോലെ തന്നെ മാതാവും പ്രിയപ്പെട്ടതാണ്. ഇപ്പം രണ്ടും സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവും പിതാവും പോയി. മാതാവ് കൊല്ലപ്പെട്ടു, പിതാവ് ജയിലിലുമായി. പിതാവിനാണെങ്കിൽ ദൃക്സാക്ഷിയുള്ള കേസായതുകൊണ്ട് ഒരു കാരണവശാലും വിഷ്ണു എന്ന് പറയുന്ന
ചെറുപ്പക്കാരൻ്റെ അമ്മ മൊഴി മാറ്റില്ല. അവർ ആരോഗ്യാവസ്ഥ മോശമാണ് അല്ലെങ്കിൽ അവർക്ക് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് അവരെ കോടതിയിൽ ഹാജരാക്കി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തി, അതുകൂടാതെ ഒരാൾക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഒരാൾ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അയാളുടെ വീട്ടിലാണ് എന്നാണ് വ്യവസ്ഥ പറയുന്നത്. വീട്ടിൽ അതിക്രമിച്ച് കയറി അയാളെ കൊലപ്പെടുത്തി. ജീവപര്യന്തം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം. ജീവിതകാലത്തിൽ നല്ലൊരു ശതമാനവും ആ ജയിലിൽ കഴിയേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ ഇനി എങ്ങനെ വളരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. കൈയടിക്കുന്നവർക്ക് ഇവിടെ നിന്ന് കൈയടിക്കാൻ. കൊലപാതകത്തെക്കുറിച്ച് ഗാലറിയിൽ നിന്ന് എന്താ പറയുക, ചില ആളുകളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടി മുട്ടുമ്പോൾ ചോറ് കുടിക്കാൻ പറ്റും. അതിലും ഒരു ആവേശം, ഒരു സിനിമ കണ്ട ആവേശം. അങ്ങനെ ആകാൻ പാടില്ല. സിനിമയിൽ ഇങ്ങനെ പല കഥകളും കാണും. മനുഷ്യത്വത്തോടെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുക, ഉൾക്കൊള്ളുക. അത് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ കമന്റ് ഇടുന്ന ആർക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ അഭിഷേക് പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ അങ്ങനെ കമന്റ് ഇട്ടവരെ കുറിച്ച് കമന്റ് ഇടുക. എല്ലാവർക്കും അഭിപ്രായം പറയാം, അത് വേറെ കാര്യം. അഭിപ്രായം പറയണം, അഭിപ്രായം പറയാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്നൊരു സാധനം നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൂടി പരിഗണിക്കണം. കുഞ്ഞുങ്ങളെ കൂടെ പരിഗണിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഇത് വരും. ആരും കമന്റ് ഇട്ടവരാരും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇനിയിപ്പോൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. ശരി.